നമസ്കാരം. മഞ്ജു ദിലീപ് ബന്ധം വേർപിരിഞ്ഞപ്പോൾ അച്ഛനോടൊപ്പം പോകാൻ തീരുമാനിച്ച മകളാണ് മീനാക്ഷി ദിലീപ്. അന്ന് മീനാക്ഷിയുടെ ഈ തീരുമാനത്തിൽ മഞ്ജു വാര്യർക്ക് കേട്ട പഴി ചില്ലറയായിരുന്നില്ല. എന്തുകൊണ്ട് മകൾ ദിലീപിനൊപ്പം പോയി എന്ന ചോദ്യങ്ങൾക്ക് മഞ്ജു തന്നെ മറുപടി നൽകിയിരുന്നു. മീനാക്ഷിക്ക് അവളുടെ അച്ഛനെ എത്രത്തോളം സ്നേഹമാണെന്ന് തനിക്ക് അറിയാമെന്നാണ് മഞ്ജു പറഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേസ് വന്നപ്പോഴും അച്ഛനൊപ്പം ഈ മകൾ ഉറച്ചുനിന്നു. അതുകൊണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പേർ അന്വേഷിച്ചത് മീനാക്ഷിയുടെ പ്രതികരണമാണ്. വിധി കേട്ട് വീട്ടിലെത്തിയ ദിലീപ് കാവ്യയുമായും ഇളയ മകൾ മഹാലക്ഷ്മിയുമായും പരസ്പരം സ്നേഹം പങ്കിടുന്ന വീഡിയോകൾ വന്നു. ഈ സമയത്തും പലരും തേടിയത് മീനാക്ഷിയാണ്. 9 വർഷം അനുഭവിച്ച ആത്മസംഘർഷത്തിന് അയവ് ലഭിച്ച സന്തോഷത്തിലാണ് നടൻ ദിലീപിന്റെ ആരാധകരും കുടുംബവും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരുമെല്ലാം. നടിയെ ആക്രമിച്ച കേസിലെ വിധി കേട്ട ശേഷം ദിലീപ് ആദ്യം ഓടിയെത്തിയത് പത്മസരോവരത്തിലുള്ള തന്റെ കുടുംബത്തിന്റെ അടുത്തേക്കാണ്. ഭാര്യ കാവ്യമാധവൻ ദിലീപിനെ ആശ്ലേഷിച്ച് ചുംബനം നൽകി സ്വീകരിച്ചു. ഇളയ മകൾ മഹാലക്ഷ്മിയും അച്ഛനെ വാരിപ്പുണർന്ന് മുത്തം നൽകിയാണ് സന്തോഷം പ്രകടിപ്പിച്ചത്. ദിലീപിന്റെ അമ്മയും ബന്ധുക്കളും കാവ്യയുടെ ബന്ധുക്കളും എല്ലാം ദിലീപിനെ ചേർത്ത് പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. എന്നാൽ അതിലെവിടെയും നടന്റെ മൂത്ത മകൾ മീനാക്ഷി ഉണ്ടായിരുന്നില്ല. എല്ലാം കണ്ടും കേട്ടും തുടക്കം മുതൽ ഈ നിമിഷം വരെയും അച്ഛനൊപ്പം കരുത്തായി മീനാക്ഷിയുണ്ട്. അച്ഛനെ ജീവന തുല്യം സ്നേഹിക്കുന്ന മകളാണ് മീനാക്ഷി എന്നതിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല. ഇക്കാലം അത്രയും തന്റെ നിലപാടുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റുകളിലൂടെയും മീനാക്ഷി അത് പറയാതെ പറഞ്ഞിട്ടുമുണ്ട്. അച്ഛന് അനുകൂലമായി വിധി വന്നതിൽ മീനാക്ഷിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയാനായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാനോ അവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാനോ താരപുത്രി ഇടവരുത്താറില്ല. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മാത്രമേ മീനാക്ഷിയുടെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ കഴിയൂ. ദിലീപ് കുറ്റമുക്തനായി ഒരു ദിവസം പിന്നിടുമ്പോൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി മീനാക്ഷി എത്തി. സാരിയിൽ അതീവ സുന്ദരിയായി നിറച്ചിരിയുമായി വിവിധ പോസ്റ്റുകളിൽ നിൽക്കുന്ന മീനാക്ഷിയെ പുതിയ പോസ്റ്റിൽ കാണാം. ചുവന്ന ഹാർട്ടിന്റെ ഇമോജിയാണ് ക്യാപ്ഷൻ. മനസ്സ് തുറന്നുള്ള ചിരിയാണെന്നത് ഫോട്ടോ കാണുന്ന ആർക്കും വ്യക്തമാകും. പൊതുവെ ചിരിയും ശരീരഭാഷയിലും എല്ലാം വളരെ അധികം ശാന്തതയും സംയമനവും പാലിക്കുകയും ചെയ്യുന്നയാളാണ് മീനാക്ഷി. എവിടെയും ഓവർ എക്സ്പ്രസീവായി മീനാക്ഷിയെ കാണാൻ കഴിയില്ല. എന്നാൽ പുതിയതായി താരപുത്രി പങ്കിട്ട ഫോട്ടോയിലെ ചിരിയിൽ 1000 സന്തോഷത്തിന്റെ കഥയുണ്ടെന്നാണ് ആരാധകർ കുറിക്കുന്നത്. കമന്റുമായി ആദ്യം ഓടിയെത്തിയത് മീനുട്ടിയുടെ പ്രിയ സുഹൃത്തും നടിയുമായ നമിത പ്രമോദാണ്. കൊള്ളാം എന്നാണ് നമിത കുറിച്ചത്. നമിത മാത്രമല്ല, അഭിലാഷ് പിള്ള, മമിത ബൈജു തുടങ്ങിയവരും പ്രശംസിച്ചു, സ്നേഹം അറിയിച്ചും കമന്റുകൾ കുറിച്ചിട്ടുണ്ട്. കാവ്യമാധവനടക്കം മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും ഫോട്ടോയ്ക്ക് സ്നേഹം അറിയിച്ചെത്തിയിട്ടുണ്ട്. ജനപ്രിയ നായകന്റെ മീനുട്ടി ജനപ്രിയൻ തുടരും. മീനുട്ടിയുടെ അച്ഛനില്ലാതെ എന്ത് മലയാള സിനിമ? അച്ഛനാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞു. അച്ഛന്റെ കൂടെ ഏത് അവസ്ഥയിലും നിന്ന മീനാക്ഷി, അച്ഛന്റെ പൊന്നുമോൾ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. അതേസമയം അതിജീവിതയെ പിന്തുണയ്ക്കുന്നവർ മീനാക്ഷിയെ പരിഹസിച്ചും അവൾക്കൊപ്പം എന്ന് കുറിച്ചും എത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റിന്റെ അടിയിൽ അവൾക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം കർമ്മ എന്നൊക്കെ പറഞ്ഞ് പലരും കമന്റുകളും കണ്ടു. ഇതിവിടെ ഇടേണ്ട എന്താവശ്യമാണുള്ളത്? ആ കൊച്ചു ഒരു പോസ്റ്റ് ഇട്ടു, അത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക, ഇല്ലെങ്കിൽ മോശമാണെന്ന് പറയുക, അല്ലാതെ മറ്റുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യം ഇല്ല. ഇങ്ങനെ സംസാരിച്ചതുകൊണ്ട് ഈ കൊച്ചിന് ഒന്നും ചെയ്യാനില്ല. ഇനി ഓരോന്നും പറഞ്ഞ് കൊച്ചിന്റെ മൈൻഡ് മാറ്റുക എന്ന ഉദ്ദേശമാണെങ്കിൽ അതും വേണ്ട. കാരണം അവൾ അറിവായ കുട്ടിയാണ്. തെറ്റും ശരിയും തിരിച്ചു അറിയാൻ കഴിവുള്ള കുട്ടി. അവൾക്കറിയാം എന്തു ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് എന്നാണ് മീനാക്ഷിക്കായി പ്രതികരിച്ച് ദിലീപ് അനുകൂലികൾ കുറിച്ചത്. അതേസമയം നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതോടെ ആഘോഷത്തിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. മധുരം വിളമ്പിയും പടക്കം പൊട്ടിച്ചുമെല്ലാം ദിലീപിന്റെ വിജയം ആഘോഷിക്കുകയാണ് ദിലീപ്. കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നതിന് തൊട്ടു പിന്നാലെ ദിലീപിനെ വീണ്ടും മലയാള സിനിമയിൽ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവരും തുടങ്ങിയിട്ടുണ്ട്. ദിലീപ് ഭാഗമായിരുന്ന ഫെഫ്ക, അമ്മ തുടങ്ങിയ സംഘടനകളെല്ലാം ഇത്തരത്തിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നീക്കം തുടങ്ങിയെന്നാണ് വിവരം. കോടതി കുറ്റമുക്തനാക്കിയ സാഹചര്യത്തിൽ ദിലീപിന് സംഘടനയിൽ തുടരുന്നതിൽ തടസ്സമില്ല എന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട കോടതി ഒരാൾ കുറ്റമുക്തനാണെന്ന് പറഞ്ഞാൽ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നത് അയാളുടെ മൗലികാവകാശമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ദിലീപിന് സംഘടനയിൽ തിരികെ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അതേസമയം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം കോടതി വിധിയും ചർച്ച ചെയ്തു എന്നാണ് വിവരം. പ്രസിഡന്റ് ശ്വേത മേനോന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. അതിനിടെ കോടതി വിധി സ്വാഗതം ചെയ്ത് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ രംഗത്തെത്തി. ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് വ്യക്തിപരമായ വിശ്വാസമെന്നും കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. സംഘടനാപരമായ കാര്യങ്ങൾ സംഘടന തന്നെ അറിയിക്കും എന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ദിലീപിനെ തിരിച്ചെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വപ്ന സമാനമായ ഉയരത്തിൽ നിന്നാണ് ദിലീപ് താഴേക്ക് പതിച്ചത്. സീനിയോറിറ്റിയിൽ മലയാള സിനിമയിലെ 5 സൂപ്പർ താരങ്ങളിൽ 5ാമനായിരുന്നെങ്കിലും സിനിമയ്ക്കുള്ളിലെ സ്വാധീനത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും തൊട്ടു താഴെയോ ഒരു വേള അതിനും മുകളിലോ ആയിരുന്നു ദിലീപ്. സൂപ്പർ താര ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ പരാജയപ്പെടുമ്പോഴും തന്റെ സിനിമകളിലൂടെ തിയേറ്ററിൽ ആളെ നിറച്ചിരുന്നു ദിലീപ്.
കുറ്റാരോപിതനാകുന്നതിന് തൊട്ടു മുൻപ് വരെ ദിലീപ് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയെ അടക്കി വാഴുകയായിരുന്നു. മിമിക്രി താരം, സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നതിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറിലേക്കും അവിടെ നിന്ന് സഹനടനിലേക്കും നടനിലേക്കും സൂപ്പർ താരത്തിലേക്കും വളർന്ന നിർമ്മാതാവ്, വിതരണക്കാരൻ, തിയേറ്റർ ഉടമ, ഹോട്ടൽ സംരംഭകൻ, ചലച്ചിത്ര സംഘടനകളുടെ ഭാരവാഹി എന്നിങ്ങനെ സിനിമയുടെ സർവ്വ തലങ്ങളിലേക്കും വളർന്നയാളായിരുന്നു ദിലീപ്. മലയാളികളുടെ പ്രിയ നടി മഞ്ജു വാര്യരുടെ പങ്കാളി എന്ന നിലയിലും ദിലീപിനോട് ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ 2014 ശേഷം ദിലീപിന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. ആ വർഷമാണ് മഞ്ജുവും ദിലീപും സംയുക്തമായി വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഒരുങ്ങിയത്. ഏറെ മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ 17 വർഷത്തെ ദിലീപ് മഞ്ജു ദാമ്പത്യത്തിന് വിരാമമായത് 2015-ലാണ്. ദിലീപിനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടുള്ള കാവ്യമാധവനെ ചേർത്ത് നിർത്തിയുള്ള വഴിവിട്ട ബന്ധമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നു. 2016 നവംബറിൽ കാവ്യമാധവനും ദിലീപും വിവാഹിതരായി. 2017 ഫെബ്രുവരിയിലാണ് നടിയെ ആക്രമിച്ച കേസ് വരുന്നത്. പിന്നാലെ ഈ കേസിൽ ദിലീപ് പ്രതിയാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഇതോടെ ദിലീപിനെ മലയാള സിനിമാ സംഘടനകളിൽ നിന്ന് പുറത്താക്കി. പിന്നീട് ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങളിൽ രാംലീല ഒഴികെ ഒന്നുപോലും തിയേറ്ററിൽ ചലനമുണ്ടാക്കുകയും ചെയ്തില്ല. കേസിൽ കുറ്റവിമുക്തനായതോടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാം എന്ന പ്രതീക്ഷയിലാണ് ദിലീപ്. റിലീസിനൊരുങ്ങുന്ന ബബബ എന്ന സിനിമ ദിലീപിന്റെ തിരിച്ചുവരവായി ഇതിനോടകം ആരാധകർ വിധി എഴുതി കഴിഞ്ഞു.